നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാന്നാർ സ്വദേശിയായ കലയുടെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് നടുക്കുന്ന വിവരങ്ങൾ. ഭർത്താവ് അനിൽകുമാർ കലയെ കൊന്ന് വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അനിൽകുമാറിന്റെ വീട്ടിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. മാന്നാറിൽ യുവതിയെ കാണാതായ സംഭവത്തിൽ നിർണായകമായത് പോലീസിന് ലഭിച്ച ഊമക്കത്താണ്. അനിൽകുമാറിന്റെ ജ്യേഷ്ഠന്റെ മകന്റെ ഭാര്യയാണ് ഊമക്കത്ത് അയച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. കലയെ കൊന്നതുപോലെ സെപ്റ്റിക് ടാങ്കിൽ തള്ളണമെന്ന് ഭാര്യയെ ഇയാൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഊമക്കത്തയച്ചു. കൊലപ്പെടുത്തിയ തീയതിയും പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായാണ് കത്തിൽ രേഖപ്പെടുത്തിയത്. തുടർന്ന് അതീവ രഹസ്യമായി അമ്പലപ്പുഴ പോലീസിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു. കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നാണ് വിവരം. അനിലാണ് കേസിലെ ഒന്നാം പ്രതി. അനിലിന്റെ സഹോദരി ഭർത്താവ് സോമരാജൻ, ബന്ധുക്കളായ ജിനു ഗോപി, പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ. രണ്ട് സമുദായത്തിൽപ്പെട്ട കലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇതിൽ ഒരു മകനുമുണ്ട്. കലയെ കാണാതായപ്പോൾ സ്വർണവും മറ്റുമായി ഒളിച്ചോടിപ്പോയെന്നായിരുന്നു പ്രചാരണം. അതുകൊണ്ട് തന്നെ കലയുടെ ബന്ധുക്കൾ പരാതി നൽകാൻ തയ്യാറായില്ല. 15 ദിവസത്തിനുള്ളിൽ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. പുനർവിവാഹം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. പാലക്കാട് സ്വദേശിക്കൊപ്പം പോയെന്ന് പറയപ്പെടുന്ന കലയെ എറണാകുളത്ത് വെച്ച് അനിൽകുമാർ കൂടെ കൂട്ടുകയായിരുന്നു. വാടകയ്ക്ക് കാർ എടുത്താണ് കലയെ കൂട്ടാനായി പോയത്. യാത്രാമധ്യേ തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കലയെ ഒളിപ്പിച്ചു വെച്ച ശേഷം പാലക്കാട്ടേക്ക് ഓടിപ്പോയെന്ന് അനിൽകുമാർ ബോധപൂർവ്വം കഥ സൃഷ്ടിച്ചു. മൃതദേഹം കാറിൽ കണ്ട ദൃക്സാക്ഷികളുണ്ടെന്നാണ് വിവരം. കലയുടെ ഭർത്താവ് അനിൽ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇസ്രയേലിലുള്ള അനിലിനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾ 4 പേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തുകയും സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചുമൂടുകയും ചെയ്തെന്നാണ് എഫ്ഐആറിലുള്ളത്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊല നടന്നതെന്നും എഫ്ഐആറിൽ വ്യക്തം. 2009 വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊല നടന്നത്. ഇതിനിടെ കലയുടെ മൃതദേഹം കണ്ടതായി അനിലിന്റെ ബന്ധു പോലീസിന് മൊഴി നൽകി. പെരുമ്പുഴ പാലത്തിന് സമീപത്തായി കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നാണ് അനിലിന്റെ ബന്ധു സുരേഷിന്റെ സാക്ഷിമൊഴി. മൃതദേഹം മറവ് ചെയ്യാൻ അനിൽ സഹായം ആവശ്യപ്പെട്ടു, എങ്കിലും താൻ അതിന് തയ്യാറായില്ലെന്ന് സുരേഷ് പറഞ്ഞു. അതേസമയം സെപ്റ്റിക് ടാങ്കിൽ കലയുടെ ശരീരാവശിഷ്ടങ്ങൾ നശിപ്പിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിച്ചതായി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത സോമൻ പറഞ്ഞു. സെപ്റ്റിക് ടാങ്കിന് മുകളിലായി വീട് കെട്ടിയപ്പോൾ ബാക്കി വന്ന സിമന്റ്, ടൈൽ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു. സാധാരണ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ അങ്ങനെ ചെയ്യാറില്ല. കുഴിയിൽ കല്ല് വരെ പൊടിയാൻ ശേഷിയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് പൊടിഞ്ഞു പോകുന്ന നിലയിലായിരുന്നുവെന്നും സോമൻ പറഞ്ഞു. യുവതിയെ ഭർത്താവ് ഉൾപ്പെടെ സംഘം കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണെന്ന് തെളിഞ്ഞതോടെ സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.